ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. മലയാളി യുവാക്കളുടെ സംരംഭമായ റിവർ കമ്പനിയുടെ ഇൻഡി ഇലക്ട്രിക് സ്കൂട്ടർ കേരളത്തിലുമെത്തി. 2021 സ്റ്റാർട്ടപ്പായി ബാംഗ്ലൂരുവിൽ തുടക്കമിട്ട റിവറിന് ഇതുവരെ 575 കോടിയുടെ നിക്ഷേപമാണ് ലഭിച്ചത്. രാജ്യത്തെ ഇലക്ട്രിക് ഇരുചക്ര വാഹന വിപണിയിൽ പുതിയൊരു ചരിത്രമാകും മലയാളികൾ ചേർന്ന് തുടക്കം കുറിച്ച റിവറിന്റെ ഇൻഡി ഇരുചക്ര വാഹനങ്ങൾ. തിരുവനന്തപുരം സ്വദേശി അരവിന്ദ് മണിയും കോഴിക്കോട് സ്വദേശി വിപിൻ ജോർജും ചേർന്നാണ് 2021 കമ്പനിക്ക് തുടക്കം കുറിച്ചത്. യമഹ മോട്ടോർ കോർപ്പറേഷൻ, മിറ്റ്സൂയി, മറുബനി കോർപ്പറേഷൻ, ടൊയോട്ടോ വെഞ്ചേഴ്സ്, അൽഫത്തേങ് ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ളവരാണ് നിക്ഷേപകരെന്ന് റിവർ സിഇഒ അരവിന്ദ് മണി പറഞ്ഞു. റിവറിന്റെ കേരളത്തിലെ ആദ്യ ഷോറൂം കൊച്ചിയിൽ തുറന്നു. കോവിഡ് കാലത്തെ ജോലി ഭീഷണിയിലായപ്പോഴാണ് പുതിയ സംരംഭത്തെക്കുറിച്ച് യുവാക്കൾ ചിന്തിച്ചത്. വാഹന ഡിസൈനറായ വിപിന്റെ നേതൃത്വത്തിലായിരുന്നു വാഹനത്തിന്റെ രൂപകൽപ്പന. ബംഗളൂരു, ഹൈദരാബാദ്, ചെന്നൈ, ഹുബ്ലി, വിശാഖപട്ടണം, കൊച്ചി എന്നിവിടങ്ങളിലായി 9 ഔട്ട്ലെറ്റുകളാണ് നിലവിലുള്ളത്. കേരളത്തിൽ കോഴിക്കോട്, തൃശൂർ, തിരുവനന്തപുരം എന്നിവിടങ്ങളിലും പുതിയ സ്റ്റോറുകൾ തുടങ്ങും. 2025 മാർച്ചിൽ രാജ്യത്താകെ 25 സ്റ്റോറുകളാണ് ലക്ഷ്യം. ഇരുവശങ്ങളിലുമുള്ള പാനിയർ സ്റ്റേ, പിൻഭാഗത്തേതുപോലെ മുന്നിലും ലളിതമായി ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയാവുന്ന ഫുഡ് റെസ്റ്റ്, 43 ലിറ്റർ അണ്ടർ സ്റ്റോറേജ്, LED ട്വിൻ ഹെഡ്ലൈറ്റുകൾ എന്നിവയാണ് മറ്റ് ഇവികളിൽ നിന്നും ഇന്ത്യയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷതകൾ. ബ്ലൂ, റെഡ്, യെല്ലോ, വൈറ്റ്, ഗ്രേ എന്നിങ്ങനെ 5 നിറങ്ങളിലുള്ള ഇന്ത്യയുടെ കൊച്ചി എക്സ് ഷോറൂം വില 1,42,999 രൂപയാണ്. ഇൻഷുറൻസ്, റോഡ് ടാക്സ്, രജിസ്ട്രേഷൻ ഉൾപ്പെടെ ഓൺ റോഡ് 1,57,949 രൂപയാകും. സ്കൂട്ടറുകളിലെ SUV എന്ന ടാഗ് ലൈനോടെ എത്തിയ ഇന്ത്യയിൽ ICD 161 കിലോമീറ്റർ റേഞ്ച് ലഭിക്കും. ക്യാമറാമാൻ അക്ഷയ്ക്കൊപ്പം അമൽ, മൈഫിൻ TV, കൊച്ചി. ഉന്നത പദവികളിൽ ജോലി ചെയ്യുന്ന 10% ജീവനക്കാരെ പിരിച്ചുവിടാനൊരുങ്ങി ഗൂഗിൾ. മാനേജർ റോളുകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെയാണ് പിരിച്ചുവിടുക. കമ്പനിയുടെ ഡയറക്ടർമാരും വൈസ് പ്രസിഡന്റുമാരും ഉൾപ്പെടെയുള്ള 10% ജീവനക്കാരെയാണ് പിരിച്ചുവിടുക. CEO സുന്ദർ പിച്ചെ ഇക്കാര്യം സ്ഥിരീകരിച്ചതായാണ് റിപ്പോർട്ടുകൾ. ചെലവ് ചുരുക്കുന്നതിനും പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാനുമാണ് തീരുമാനമെന്ന് കമ്പനി അറിയിച്ചു. കഴിഞ്ഞ 2 വർഷമായി തുടരുന്ന ഗൂഗിളിന്റെ പുനഃസംഘടനാ തന്ത്രത്തിന്റെ ഭാഗമായാണ് പിരിച്ചുവിടൽ. ചില ജോലികൾ വ്യക്തിഗത റോളുകളിലേക്ക് മാറ്റിയാണ് പുനഃസംഘടനയെന്നാണ് ലഭിക്കുന്ന വിവരം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഫ്ലെക്സി ഷോ സംവിധാനവുമായി തിയേറ്റർ ശൃംഖലയായ PVR ഐനോക്സ് സിനിമ തീരുന്നതിന് മുൻപ് തിയേറ്റർ വിട്ടാൽ കാണാത്ത ഭാഗത്തിൻ്റെ തുക മടക്കി നൽകുന്നതാണ് ഫ്ലെക്സി ഷോ. സിനിമ കാണാൻ തിയേറ്ററിലിരിക്കുന്ന സമയത്തിനു മാത്രം ടിക്കറ്റ് നിരക്ക് ഈടാക്കുന്ന സംവിധാനമാണ് രാജ്യത്തെ പ്രമുഖ തിയേറ്റർ ശൃംഖലയായ PVR ഐനോക്സ് നടപ്പിലാക്കുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ ഡൽഹിയിലെയും ഗുഡ്ഗാവിലെയും 40 തിയേറ്ററുകളിൽ ഫ്ലെക്സി ഷോ സംവിധാനം നടപ്പിലാക്കി. സിനിമയുടെ അവശേഷിക്കുന്ന സമയം കണക്കാക്കിയാണ് പണം നിശ്ചയിക്കുക. 75% സമയം ബാക്കിയുണ്ടെങ്കിൽ 60% ടിക്കറ്റ് തുക മടക്കി കിട്ടും. 50% മുതൽ 75% വരെ സമയമാണുള്ളതെങ്കിൽ പകുതി തുകയാണ് മടക്കി കിട്ടുക. 25 മുതൽ 50% വരെ ബാക്കിയാണെങ്കിൽ 30% തിരിച്ചു കിട്ടും. അതേസമയം മറ്റ് ടിക്കറ്റ് നിരക്കുകളേക്കാൾ ഫ്ലെക്സി ഷോ ടിക്കറ്റിന് 10% അധികം തുക നൽകണം. തിയേറ്ററിനുള്ളിലെ ഓരോ സീറ്റുകളും മോണിറ്റർ ചെയ്യുന്ന AI ക്യാമറകൾ ഉപയോഗിച്ചാണ് പ്രേക്ഷകൻ സീറ്റിലുണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. തിയേറ്ററിൽ നിന്നിറങ്ങുമ്പോൾ ബോക്സ് ഓഫീസ് കൗണ്ടറിലെത്തി ടിക്കറ്റിലെ QR കോഡ് സ്കാൻ ചെയ്ത് പ്രേക്ഷകർക്ക് റീഫണ്ട് കൈപ്പറ്റാം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കഴിഞ്ഞ വർഷം 6700 ജീവനക്കാർ യൂണിക്കോൺ സ്റ്റാർട്ടപ്പുകൾ ഉപേക്ഷിച്ചതായി റിപ്പോർട്ട്. ഓഗസ്റ്റിൽ യൂണിക്കോണുകളിലെ നിയമനങ്ങൾ വർദ്ധിച്ചു. 2023 ഓഗസ്റ്റ് മുതൽ 2024 ഓഗസ്റ്റ് വരെ 6700-ലധികം ജീവനക്കാർ യൂണിക്കോൺ സ്റ്റാർട്ടപ്പുകൾ ഉപേക്ഷിച്ചു. ഈ കാലയളവിൽ യൂണിക്കോണുകൾക്ക് ശരാശരി 4.5% ശോഷണ നിരക്കുണ്ടായെന്ന മാർക്കറ്റ് ഇന്റലിജൻസ് പ്ലാറ്റ്ഫോമായ പ്രൈവറ്റ് സർക്കിൾ റിസർച്ചിന്റെ വിശകലനം കണ്ടെത്തി. 33,289 ജീവനക്കാർ രാജ്യസന്നദ്ധത അറിയിച്ചതോടെ 2024 ഓഗസ്റ്റിൽ ഇന്ത്യയിലെ യൂണിക്കോൺ സ്റ്റാർട്ടപ്പുകളിൽ ജീവനക്കാരുടെ വൻ ചോർച്ചയുണ്ടായി. രാജ്യത്തെ 116 യൂണിക്കോണുകൾ 2024 ഓഗസ്റ്റിൽ 4,10,829 പേർക്ക് ജോലി നൽകി. യൂണിക്കോണുകളുടെ വളർച്ചയിൽ ഇടിവുണ്ടായപ്പോഴും നിയമനങ്ങൾ നിലനിർത്തുന്നതിൽ അവർ ശ്രദ്ധിച്ചിരുന്നതായി റിപ്പോർട്ട് പറയുന്നു. 2023 സെപ്റ്റംബറിൽ 39,000-ലധികം ജീവനക്കാർ യൂണിക്കോൺ കമ്പനികൾ ഉപേക്ഷിച്ചു. 2024 ജനുവരിക്കും ഓഗസ്റ്റിനുമിടയിൽ മൊത്തം 2,53,516 ജീവനക്കാർ യൂണിക്കോൺ സ്റ്റാർട്ടപ്പുകളിൽ നിന്ന് പിരിഞ്ഞതായി ഡാറ്റ പറയുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.
ഇന്ത്യൻ റെയിൽവേക്ക് 700 മെഗാഹെർട്സ് ബാൻഡിൽ 5 മെഗാഹെർട്സ് സ്പെക്ട്രം അധികമായി നൽകണമെന്ന് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ശുപാർശ ചെയ്തു. റെയിൽവേ ട്രാക്കുകളിൽ സുരക്ഷ വർദ്ധിപ്പിക്കാനും സുരക്ഷാ സംവിധാനങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാനും ലക്ഷ്യമിട്ടാണ് നിർദ്ദേശം. ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പിന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് തീരുമാനം. 2021 700 മെഗാഹെർട്സ് ബാൻഡിൽ 5 മെഗാഹെർട്സ് സ്പെക്ട്രം ഇന്ത്യൻ റെയിൽവേക്കായി ടെലികോം വകുപ്പ് അനുവദിച്ചിരുന്നു. ഇതിനു പുറമെയാണ് അധികമായി 5 മെഗാഹെർട്സ് സ്പെക്ട്രം കൂടി അനുവദിക്കുന്നത്. റെയിൽവേയെ ആധുനികവൽക്കരിക്കാനുള്ള നീക്കങ്ങളുടെ കൂടി ഭാഗമായാണ് തീരുമാനം. 700 മെഗാഹെർട്സ് ബാൻഡിൽ സംപ്രേഷണം ചെയ്യുന്ന ടെലികോം സിഗ്നലുകൾക്ക് വലിയൊരു പ്രദേശത്തെ ഉൾക്കൊള്ളാൻ കഴിയും. 5G നെറ്റ്വർക്കിന് ഇത് വളരെ അത്യന്താപേക്ഷിതവുമാണ്. മുൻപ് അനുവദിച്ച 5 മെഗാഹെർട്സ് ബ്ലോക്കുമായി പുതിയ സ്പെക്ട്രം സമന്വയിപ്പിക്കണമെന്നും ട്രൈ ശുപാർശയിൽ നിർദ്ദേശിക്കുന്നു. NCRTC, മറ്റ് RTS, മെട്രോ റെയിൽ ശൃംഖലകൾ എന്നിവയ്ക്ക് 5 മെഗാഹെർട്സ് ബ്ലോക്ക് അനുവദിക്കാനും ട്രൈ ശുപാർശയിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.